ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിഫൻസിൽ ഓഫീസർ ആകാനുള്ള ഡിഫറെന്റ് വഴികളെ പറ്റിയാണ്. അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസിലേക്ക് ഓഫീസർ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ടാപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതിനെ പറ്റി. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ PSC പോലത്തെ എക്സാംസ്, ഇപ്പൊ കേരള PSC പോലത്തെ എക്സാംസിലേക്ക് കുറെ അധികം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പേഴ്സ് ആർ മോർ. വേക്കൻസീസ് കുറവാണെങ്കിലും കൂടി അതിൽ പാർട്ടിസിപ്പേഷൻ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എക്സാം, ഇപ്പൊ CDS, NDA, കോസ്റ്റ് ഗാർഡ് എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ CAPF അസിസ്റ്റന്റ് കമാൻഡന്റ്, ഇതുപോലത്തെ എക്സാംസിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ചിലപ്പോൾ അവയർനെസ് ഇല്ലാത്തതിനെ കൊണ്ടായിരിക്കാം. അപ്പൊ ഐ തോട്ട് ദാറ്റ് വിൽ ഹാവ് എ ഡിസ്കഷൻ, ഇതിനെപ്പറ്റി കുറച്ച് നമുക്ക് സംസാരിക്കാം. ഇനിയിപ്പോ +1 +2 കഴിഞ്ഞ ആൾക്കാർ, +1 കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, അതേപോലെ തന്നെ +2 കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള സുവർണ്ണ അവസരമാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി, നേവൽ അക്കാദമിയിലേക്കുള്ള എക്സാമിനേഷൻ. ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസർ ആകാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബർ എക്സാം എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് യുവർ SSB ഇന്റർവ്യൂ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ SSB ഇന്റർവ്യൂ ആണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ആയിട്ട് SSB ഇന്റർവ്യൂ ഉണ്ടാവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ക്ലിയർ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ദെൻ ദ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇഫ് യു ആർ മെറിറ്റ് ഇൻ, ദെൻ യു വിൽ ജോയിൻ ദി നാഷണൽ ഡിഫൻസ് അക്കാദമി ഇൻ ദി നെക്സ്റ്റ് ഇയർ. ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ NDA ജോയിൻ ചെയ്യും. 3 years ഓഫ് ട്രെയിനിങ്. ഓക്കെ, കമ്പൈൻഡ് ട്രെയിനിങ് ആണ് 3 വർഷം. അത് കഴിഞ്ഞാൽ ആർമി ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കും, നേവി ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നേവൽ അക്കാദമിയിലേക്കും എഴുമല, അതുപോലെ തന്നെ എയർഫോഴ്സ് ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലേക്ക് സ്പെഷ്യലൈസ്ഡ് 1 year ഓഫ് ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 4 years കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ജോയിൻ ആസ് എ കമ്മീഷൻഡ് ഓഫീസർ ഇൻ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ദ റാങ്ക് ഓഫ് ലെഫ്റ്റനന്റ് ഇൻ ആർമി, സബ് ലെഫ്റ്റനന്റ് ഇൻ നേവി ആൻഡ് ഫ്ലൈയിങ് ഓഫീസർ ഇൻ എയർഫോഴ്സ് റെസ്പെക്റ്റീവ്ലി. ദിസ് ഈസ് എ ഗ്രൂപ്പ് A Class 1 ഗസറ്റഡ് റാങ്ക് ആണ് കിട്ടുന്നത്. ഇത് പറയുന്ന പോലെ തന്നെ 3 വർഷത്തെ NDA ട്രെയിനിങ്. അപ്പൊ ഈ ടൈമിൽ യു ഹാവ് ടു പേ ഫീ. വളരെ നോമിനൽ ഫീ ആണ്. ഓക്കെ, JNU, അതായത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുക. അത് കൂടാതെ നിങ്ങൾ ഫൈനൽ ഇയർ, അതായത് ലാസ്റ്റ് ഇയർ സ്പെഷ്യലൈസ് ട്രെയിനിങ് 1 yearലേക്ക് പോകുമ്പോൾ യു വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് എ സ്റ്റൈപ്പൻഡ്. റൈറ്റ് നൗ ഇറ്റ് ഈസ് 56,000 rupees. പക്ഷേ ഇപ്പൊ 8th പേ കമ്മീഷൻ വന്നു കഴിയുമ്പോൾ ദിസ് തിങ് വിൽ ഹൈക്ക്. ഓക്കെ, ഇത് കൂടും. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഫൈനൽ ഇയർ 4th ഇയറിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടി തുടങ്ങും. ഓക്കെ, അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു, ലെഫ്റ്റനന്റ് റാങ്കിൽ കമ്മീഷൻ ആകുകയാണെങ്കിൽ ദ പേ ബാൻഡ് ഈസ് ബിറ്റ്വീൻ 56,000 rupees to 1,77,000 rupees. ഇത് അഗെയിൻ 8th പേ കമ്മീഷൻ ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ ദിസ് വിൽ ഇൻക്രീസ്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. ആൻഡ് വേക്കൻസീസ് ആർ ടു മച്ച്. ഓക്കെ, എല്ലാ 6 മാസം കൂടുമ്പോഴും അറൌണ്ട് 400 ആണ് നിങ്ങൾക്ക് NDAയിലേക്ക് വേക്കൻസി വരുന്നത്, എല്ലാ 6 മാസം കൂടുമ്പോഴും. അതിന്റെ റിട്ടേൺ എക്സാം കട്ട് ഓഫ് ആണെങ്കിൽ 50% താഴെയാണ്. എന്നിട്ടും കൂടി നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നില്ല, അതിന് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ഓപ്പർച്യൂണിറ്റി വി ആർ വെയിറ്റിംഗ് ഫോർ, റൈറ്റ്? ഇനി ടെക്നിക്കൽ എൻട്രിക്ക് ആണെങ്കിൽ 10+2 TES, അതായത് ടെക്നിക്കൽ എൻട്രി സ്കീം, ആർമി, നേവി രണ്ടിലും ബാധകമായിട്ടുള്ള TES ഓപ്പർച്യൂണിറ്റി ഉണ്ട്, 10+2 TES എൻട്രി. ഇനി ഈ എൻട്രിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ റിട്ടേൺ എക്സാം സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. JEE എക്സാം, അതായത് JEEന്റെ മെയിൻസ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഡയറക്റ്റ് SSB ഇന്റർവ്യൂ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കോർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ് ഉണ്ടാവും. ബേസ്ഡ് ഓൺ ദ കട്ട് ഓഫ് ഡയറക്ട്ലി SSB ഇന്റർവ്യൂക്ക് നിങ്ങൾക്ക് കോൾ വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ NDA ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10+2 TES, ആർമി ആൻഡ് നേവി ആയിക്കോട്ടെ, ഈ പരീക്ഷ ഓരോ 6 മാസം കൂടുമ്പോൾ വരുന്നത്. അപ്പോൾ 6 months ഇസ് ദി സൈക്കിൾ. ഓക്കെ, എക്സാം സൈക്കിൾ 6 months ആണ്. അപ്പോൾ ഓരോ വർഷവും നിങ്ങൾക്ക് 2 പ്രാവശ്യം NDA ഓപ്പർച്യൂണിറ്റിയും 10+2 TESന്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഫോർ 11th കഴിഞ്ഞ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ 12th കഴിഞ്ഞ സ്റ്റുഡൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സയൻസ് ബേസ്ഡ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കും അല്ലെങ്കിൽ എനി ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റി CDS, UPSCന്റെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അഗെയിൻ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ഡയറക്ട്ലി പെർമനന്റ് കമ്മീഷൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ 1 റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ UPSC, ദെൻ SSB ഇന്റർവ്യൂ, അതിൻ്റെ അപ്പുറം മെഡിക്കൽ, അത് കഴിഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റ്. And once you come in the merit list, you will join the Indian Military Academy for Army, Officers Training Academy for OTA entry. ഇതിൽ OTA entry ഉണ്ട്, അതായത് ഈ പറയുന്ന പോലെ മാത്സ് ഇൻക്ലൂഡ് ചെയ്യാത്ത എക്സാം. UPSC തന്നെ CDSന്റെ അണ്ടറിൽ വിത്ത് മാത്സ് ആൻഡ് വിതൗട്ട് മാത്സ് ഉണ്ട്. മാത്സ് കൂടി എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആർമി, നേവി, എയർഫോഴ്സിൽ പെർമനന്റ് കമ്മീഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുള്ളൂ. അതേസമയം നിങ്ങൾ മാത്സ് എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് GKന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സ്കോറും അതിൻ്റെ ബേസിസിൽ വിളിക്കുന്ന SSBയും അത് കഴിഞ്ഞാൽ വരുന്ന മെറിറ്റും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിലേക്കുള്ളതാണ് ആ ഓപ്പർച്യൂണിറ്റി വരിക. ഓക്കെ, ഇനി ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ് ആയ സ്റ്റുഡൻസിന്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയ സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. SSC ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ എൻട്രി, TGC ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ്, അത് കൂടാതെ തന്നെ നേവിക്കും സെപ്പറേറ്റ് ടെക്നിക്കൽ എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ എൻട്രീൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളിപ്പോൾ ഫൈനൽ ഇയറിലാണെങ്കിൽ 6th സെമസ്റ്റർ വരെയുള്ള മാർക്കും അതുപോലെ തന്നെ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ 8th സെമസ്റ്റർ വരെയുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യും ഈ പോർട്ടലിൽ. അപ്പോൾ ഈ പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി റിക്രൂട്ടിംഗ്, അപ്പോൾ ഇവർ ഡിസൈഡ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് ഉണ്ടാവും. ഓക്കെ, എല്ലാ സ്ട്രീമിനും വേറെ വേറെ കട്ട് ഓഫ് ആണ്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഈ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡയറക്റ്റ് SSB ഇന്റർവ്യൂക്ക് വിളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ ഇഫ് യു ക്ലിയർ ദി SSB ഇന്റർവ്യൂ ദെൻ ദർ ഇസ് മെഡിക്കൽ ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആൻഡ് ദെൻ യു ജോയിൻ ദി ആംഡ് ഫോഴ്സസ് ആസ് എ കമ്മീഷൻഡ് ഓഫീസർ. ഇനി ഇത് കൂടാതെ NCC ഉള്ള ആൾക്കാർക്ക്, അതായത് NCC C സർട്ടിഫിക്കറ്റിൽ മിനിമം B ഗ്രേഡ് എങ്കിലും ഉള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് NCC സ്പെഷ്യൽ എൻട്രി. അപ്പോൾ ഈ NCC സ്പെഷ്യൽ എൻട്രിയും ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാ എൻട്രീസും 6 month ആണ് എക്സാം സൈക്കിൾ വരുന്നത്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ C സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് ആദ്യം 50% ആയിരുന്നു, ഇപ്പോൾ ഈ പറയുന്ന നമ്മളെ ഗ്രാജുവേഷനുള്ള മാർക്ക് കൂടി വരുന്നുണ്ട്. ഓക്കെ, 60% എല്ലാം ഗ്രാജുവേഷനിൽ മിനിമം വേണം. ദെൻ ഓൺലി യു ആർ ഗെറ്റിംഗ് ദി കോൾ അപ്പ് ലെറ്റർ. ഓക്കെ, അതായത് SSB ഇന്റർവ്യൂയിലേക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അഗെയിൻ SSB ഇന്റർവ്യൂ, മെഡിക്കൽ ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കൂടാതെ എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാൻ വേണ്ടി AFCAT എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അതേപോലെ കോസ്റ്റ് ഗാർഡിലേക്ക് വേണ്ടിയിട്ടും കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ എക്സാംസ് കഴിഞ്ഞാൽ അഗെയിൻ യു വിൽ ഹാവ് SSB, മെഡിക്കൽ ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും യു വിൽ ഗെറ്റ് 6 month എക്സാം സൈക്കിളാണ് ഇതിനെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ എലിജിബിൾ ആണെങ്കിൽ, okay, after your graduation, if you are having engineering background, you are writing CDS, you are writing AFCAT, you are applying for SSC Tech and all. So in 6 month time, if you are eligible, you can attend 3 to 4 SSB very easily. Okay, so that will increase your probability of getting selected if you are preparing really well. Okay, അപ്പോൾ ഈ പറയുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയിട്ട് വി ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്. റിട്ടൺ എക്സാമിനേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റാദർ ദാൻ ഡയറക്റ്റ് എൻട്രി. ഡയറക്റ്റ് എൻട്രിയിലാണെങ്കിൽ ദി ഇൻടേക്ക് അല്ലെങ്കിൽ ഈ സ്ക്രീനിങ്ങിന് വരുന്ന സ്റ്റുഡൻസിന്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസ് പോലും ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു പെർഫോം ടു എൻ എക്സ്റ്റെൻറ്റ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, സോ റിട്ടൺ എക്സാം ബേസ്ഡ് SSB അല്ലെങ്കിൽ റിട്ടൺ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് ആയിരിക്കും മോസ്റ്റ് പ്രിഫറബിൾ. NDA ആയിക്കോട്ടെ, അതേപോലെ തന്നെ CDS ആയിക്കോട്ടെ. ഓക്കെ, സോ ഫോക്കസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് എക്സാം. സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് നൗ ഇഫ് യു ആർ ആക്ച്വലി റിയലി ഇൻട്രസ്റ്റഡ് ഇൻ joining the armed forces. Okay, and to support you in your preparation, be it written examination, be it SSB interview, Aspire Defense is there. If you want our help, if you want our mentorship, if you want to know about our courses, you can connect with us, you can contact us. The numbers and details are mentioned below.